തിരുനാളിനെത്തിയവരുടെ കണ്ണു നനയിച്ച് AI ഷോർട്ട് ഫിലിം. പുറനാട്ടുകര സെയിന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയാണ് ഹ്രസ്വചിത്രം പ്രദർശിപ്പിക്കാൻ വേദി ഒരുക്കിയതും പ്രോത്സാഹനം നൽകിയതും. വികാരി ഫാദർ ജോൺസൺ അയനിക്കൽ അമ്പുകളെ സാക്ഷി എന്ന ഹ്രസ്വചിത്രത്തിന്റെ ആദ്യ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് തിരുനാളിനോടനുബന്ധിച്ചുള്ള 3 ദിനങ്ങളിലും വൈകിട്ട് ഹ്രസ്വചിത്രത്തിന്റെ പ്രദർശനം പല തവണകളിലായി നടന്നു. ഞാൻ പട്ടം കിട്ടിയിട്ട് ഏകദേശം ഒരു 19 വർഷം കഴിഞ്ഞു. ഞാൻ പല സ്ഥലങ്ങളിലും പെരുന്നാളുകൾ കണ്ടിട്ടുണ്ട്. ഇവിടെയൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേകത ഈ വർഷത്തെ തിരുനാളിന് കർണാടകര ഇടവകയിലെ ആ ജനം ആസ്വദിച്ചു എന്നുള്ളതാണ്. ഞാനത് കണ്ടപ്പോൾ ജനം അവിടെ ഈ ഷോർട്ട് ഫിലിം നിന്നിട്ടാണ് കണ്ടത്. സീറ്റൊന്നുമില്ല. അവിടെ ആ നിന്ന നിപ്പിൽ നിന്ന് കണ്ണിമ ചിമ്മാതെ ആ ഷോർട്ട് ഫിലിമിലേക്ക് മുഴുവൻ ഹൃദയവും ആത്മാവും അർപ്പിച്ചുകൊണ്ട് അവരിങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ജീവിതം ഏറ്റവും ഇഫക്റ്റീവായി, ഏറ്റവും ഭംഗിയായി, അതേസമയം വളരെ കൃത്യമായി അവതരിപ്പിക്കുന്ന ഈ ഷോർട്ട് ഫിലിം നമ്മുടെ കേരളക്കരയിൽ ആകെ പടരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ക്രിസ്ത്യാനി എന്ന നിലയിലാണ് ഒരുവൻ പീഡ സഹിക്കുന്നതെങ്കിൽ അവൻ അതിൽ ലജ്ജിക്കാതിരിക്കട്ടെ. മനോഹരമായിട്ട് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ രക്തസാക്ഷിത്വത്തെ അതിൻ്റെ പരിപൂർണതയിൽ ആവിഷ്കരിച്ച ഈ ഒരു ഫിലിം നിങ്ങളെല്ലാവരും കാണണമെന്നാണ് എൻ്റെ വിനീതമായ അപേക്ഷയും അഭ്യർത്ഥനയും. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ജീവിതവും രക്തസാക്ഷിത്വവും ഹോളിവുഡ് സിനിമയോട് കിടപിടിക്കുന്ന വിധത്തിൽ മികച്ച നിലവാരത്തിലാണ് AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഒരുക്കിയത്. ഈ ഷോർട്ട് ഫിലിമിൻ്റെ പ്രൊഡക്ഷൻ ടീമിൻ്റെ ഒരു ഭാഗമെന്ന നിലയിൽ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. ഞാൻ ഈ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യുന്ന സമയത്ത് കണ്ണ് നിറയുന്ന കുറേ അമ്മാമ്മമാരെയും വളരെ ആകാംക്ഷയോടുകൂടി തന്നെ കണ്ണ് ചിമ്മാതെ നോക്കി നിൽക്കുന്ന കുറേ കുട്ടികളെയും കാണാനായിട്ട് പറ്റി. പുതിയ തലമുറയ്ക്ക് സെബസ്ത്യാനോസിൻ്റെ പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പുണ്ടാവും, ബാൻഡ് സെറ്റ് ഉണ്ടാവും, വെടിക്കെട്ട് ഉണ്ടാവും, പിന്നെ ബാൻഡ് സെറ്റിൻ്റെ കൂടെ ചാടിത്തുള്ളുക എന്നുള്ളതാണ്. പക്ഷേ ഈ നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം പലരും പറഞ്ഞു, നമ്മുടെ നെർബോണയിലുണ്ടായിരുന്ന വിശുദ്ധ സെബസ്ത്യാനോസ് എങ്ങനെയാണ് നമ്മുടെ സെബാനായി മാറിയത് എന്നും, അതുപോലെ തന്നെ നമ്മൾക്ക് ഇത്രയധികം പുണ്യാളന്മാരുണ്ടായിട്ടും എന്തുകൊണ്ടാണ് സെബസ്ത്യാനോസിൻ്റെ പെരുന്നാൾ മാത്രം ഇത്രയധികം നമ്മൾ ആഘോഷിക്കുന്നത് എന്നും മനസ്സിലാക്കിയത് ഈ ഫിലിം കണ്ടതിന് ശേഷമാണെന്ന് പറഞ്ഞു. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. കണ്ടവരെല്ലാം അത്ഭുതത്തോടെയും അതിശയത്തോടെയുമാണ് പ്രതികരിച്ചത്. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ജീവിത ചരിത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു AI ഫിലിം നമ്മുടെ പുറനാട്ടര പള്ളിയിൽ പ്രദർശിപ്പിച്ച് കണ്ടു. വളരെ മനോഹരമായിരുന്നു. അതിൻ്റെ സൗണ്ട് എഫക്റ്റും നമ്മുടെ മനസ്സിൽ തട്ടിയ കുറേ നല്ല ഭാഗങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. നല്ല ഫിലിം, വളരെ ഭംഗിയായിരുന്നു കേട്ടോ. നല്ലൊരു അടിപൊളി ഫീലിംഗ് ആയിരുന്നു. നമുക്ക് പുണ്യാളൻ മരണപ്പെട്ടത് എങ്ങനെയാണെന്നുള്ളത് ചെറിയൊരു ധാരണ ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് ഈ ഫിലിം കണ്ടോട് കൂടിയിട്ട് നമുക്ക് നല്ലൊരു വ്യക്തമായിട്ടുള്ളൊരു ധാരണ കിട്ടി. പിന്നെ ഫിലിം നല്ല ക്വാളിറ്റി ഉള്ള ഫിലിമാണ്. നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ആഘോഷിച്ച് നിമിർക്കാനെത്തിയ ജനം മുഴുവൻ, വിശേഷിച്ച് ജെൻസി കൂട്ടുകാർ, കണ്ണിമ ചിമ്മാതെ 10 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഷോർട്ട് ഫിലിം കണ്ടു നിൽക്കുകയായിരുന്നു. അമ്പുകളെ സാക്ഷി എന്ന ഈ ഷോർട്ട് ഫിലിം കണ്ടപ്പോൾ, കാരണം ഒരു യൂത്ത് നിലയ്ക്ക് പെരുന്നാളിന് തുള്ളാനും ചാടുവാനും ഫാൻസിൻ്റെ ഒപ്പം ചാടുവാനും ഞങ്ങളെന്നല്ല എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി അമ്പുകളെ സാക്ഷി എന്ന ഈ വീഡിയോ കണ്ടു നിൽക്കുന്ന കാഴ്ചയായിരുന്നു ഞാൻ കണ്ടത്. ഒരു യൂത്ത് എന്ന നിലയ്ക്ക് പരിപാടി കലക്കി സൂപ്പറായി അടച്ചു. ലോകത്തിലാദ്യമായിട്ടാണ് വിശുദ്ധ സെബസ്ത്യാനോസിനെ കുറിച്ചിട്ടുള്ള AI ഷോർട്ട് ഫിലിം നിർമ്മിച്ചിരിക്കുന്നത്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എടുത്തു പറയാൻ പറ്റുന്നൊരു കാര്യം അതിൻ്റെ ക്ലാരിറ്റിയാണ്. വേൾഡ് ക്ലാസ് ക്ലാരിറ്റി. ഈ ഫിലിം കണ്ട പലരും ഇതേ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമാണ് ഈ അമ്പുകളെ സാക്ഷി എന്നുള്ള ഈ ഫിലിം. അഡാട്ട് സെന്ററിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ജിജോ ജോർജിന്റെ നേതൃത്വത്തിലുള്ള വർക്ക് അറ്റ് ഹോം ആണ് മികച്ച നിലവാരത്തിൽ ചിത്രം ഒരുക്കിയത്. 2.5 മാസത്തോളം സമയമെടുത്ത് 5 പേർ ചേർന്നാണ് AI ഹ്രസ്വചിത്രം പൂർത്തിയാക്കിയത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു AI പടം, സെബസ്ത്യാനോസിൻ്റെ പടം ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് കുറേ ചാലഞ്ചുകളുണ്ട്. നമുക്കിപ്പോൾ ഒരു ഹോളിവുഡ് സ്റ്റൈലിൽ ഒരു പടം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ചിലവാണ് വരുന്നത്. പക്ഷേ ഈ AI ടെക്നോളജി വന്നതുകൊണ്ട് താരതമ്യേന നമുക്ക് കോസ്റ്റ് വളരെയധികം കുറച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഒരു ഇംഗ്ലീഷ് ഡയറക്ടർക്ക്
പറ്റാവുന്നതിനെ അതിനോട് കിടപിടിക്കുന്ന തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുകയാണ്. മലയാളികൾക്ക് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഇത് കാണിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. തിരുനാൾ ആഘോഷങ്ങളിൽ തിരുനാൾ പ്രസംഗത്തിൽ മാത്രമായി വിശുദ്ധരെക്കുറിച്ചുള്ള ഓർമ്മകളും ചിന്തകളും ഒതുങ്ങിപ്പോകുന്ന ഇക്കാലത്ത് AI ടൂളുകൾ ഉപയോഗിച്ച് തിരുനാളിന്റെ യഥാർത്ഥ ചൈതന്യവും വിശുദ്ധിയും ജനങ്ങളിലേക്കെത്തിക്കാൻ ഏറ്റവും ഫലപ്രദമാണ് ഇത്തരം പരിശ്രമങ്ങൾ. പുറനാട്ടുകരയിൽ നടത്തിയ ഷോർട്ട് ഫിലിം പ്രദർശനം കണ്ട് പലരും തങ്ങളുടെ ഇടവകയിൽ ഇത് പ്രദർശിപ്പിക്കുന്നതിനാവശ്യപ്പെട്ട് ജിജോയെ ബന്ധപ്പെടുന്നുണ്ട്. LED വാൾ ഉൾപ്പെടെ ഒരുക്കി ആവശ്യപ്പെടുന്ന ഇടവകകളിൽ വിശുദ്ധ സെബസ്ത്യാനോസിനെ കുറിച്ചുള്ള ഷോർട്ട് ഫിലിം പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ജിജോ ജോർജും സഹപ്രവർത്തകരും.